ഹായ്, നമസ്കാരം. ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്ന് 22 വർഷത്തെ കഠിനാധ്വാനം, 20,000 തൊഴിലാളികളുടെ വിയർപ്പ്. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും മാറ്റമില്ലാതെ നിൽക്കുന്ന ഈ വെണ്ണക്കൽ കൊട്ടാരത്തിന് പറയാൻ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ചരിത്രവും വാസ്തുവിദ്യയും പ്രണയവും ഒത്തുചേരുന്ന താജ്മഹലിൻ്റെ ആഴങ്ങളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ദൃശ്യങ്ങളിലൂടെ നാം കാണാൻ പോകുന്നത് കേവലം ഒരു സ്മാരകത്തെയല്ല, മറിച്ച് നൂറ്റാണ്ടുകളെ അതിജീവിച്ച ഭാരതീയ വാസ്തുവിദ്യയുടെ വിസ്മയത്തെയാണ്. മനുഷ്യൻ്റെ അധ്വാനവും സ്വപ്നങ്ങളും വെണ്ണക്കല്ലിൽ അലിഞ്ഞു ചേർന്ന അപൂർവ കാഴ്ചകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. സമയം ഇവിടെ നിശ്ചലമാകുന്നു. ആഗ്രയുടെ ഹൃദയഭാഗത്ത് യമുനയുടെ തീരത്ത് വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഈ അത്ഭുതം വെറുമൊരു സ്മാരകമല്ല, അത് പ്രണയത്തിൻ്റെ അനശ്വരമായ ഭാഷയാണ്. മഹാകവി രവീന്ദ്രനാഥ ടാഗോർ ഒരിക്കൽ പറഞ്ഞു, താജ്മഹൽ കാലത്തിൻ്റെ നെറ്റിത്തടത്തിൽ വീണ ഒരു പ്രണയ കണ്ണുനീർ തുള്ളിയാണ്. നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ കണ്ണുനീർ ഉണങ്ങാതെ നിൽക്കുന്നു, ലോകത്തിൻ്റെ വിസ്മയമായി. നമുക്ക് 17-ാം നൂറ്റാണ്ടിലേക്കൊന്ന് സഞ്ചരിക്കാം. മുഗൾ സാമ്രാജ്യം അതിൻ്റെ പ്രതാപത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന കാലം. ഷാജഹാൻ ചക്രവർത്തിക്ക് തൻ്റെ പ്രിയതമയായ മുംതാസ് മഹൽ കേവലം ഒരു രാജ്ഞി മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ലോകം തന്നെയായിരുന്നു. 14 മക്കളെ പ്രസവിച്ച ശേഷം 1631 മുംതാസ് ഈ ലോകത്തോട് വിട പറഞ്ഞു. ചക്രവർത്തി തകർന്നുപോയി. മാസങ്ങളോളം അദ്ദേഹം ഏകാന്തതയിൽ കഴിഞ്ഞു. ഒടുവിൽ തൻ്റെ പ്രിയതമയ്ക്ക് നൽകിയ വാക്ക് പാലിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. ലോകം ഇതുവരെ കാണാത്ത, ഇനിയൊരിക്കലും കാണാൻ കഴിയാത്ത ഒരു സ്മാരകം. 1632 ആ സ്വപ്നത്തിന് തറക്കല്ലിട്ടു. 22 വർഷങ്ങൾ, 20,000-ത്തിലധികം തൊഴിലാളികൾ, 1000-ത്തിലധികം ആനകൾ. പേർഷ്യയിൽ നിന്നും തുർക്കിയിൽ നിന്നും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള കലാകാരന്മാർ ഇവിടെ ഒത്തുചേർന്നു. രാജസ്ഥാനിലെ മക്രാനയിൽ നിന്നുള്ള ശുദ്ധമായ വെള്ളക്കല്ലുകൾ, അതിൽ പതിപ്പിക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്ന് വിലപിടിപ്പുള്ള 28 തരം രത്നങ്ങൾ. താജ്മഹലിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത അതിൻ്റെ തുല്യമായ അളവുകളാണ്. ഏത് കോണിൽ നിന്ന് നോക്കിയാലും ഈ മന്ദിരം ഒരേപോലെ ഇരിക്കുന്നു എന്നത് വാസ്തുവിദ്യയിലെ ഒരു വലിയ അത്ഭുതമാണ്. പ്രധാന കല്ലറയുടെ 4 വശത്തുമുള്ള മിനാരങ്ങൾ അല്പം പുറത്തേക്ക് ചരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ഭൂകമ്പം ഉണ്ടായാൽ പോലും അവ പ്രധാന മന്ദിരത്തിനു മേൽ വീഴാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലാണിത്. താജ്മഹലിന് ഓരോ സമയത്തും ഓരോ ഭാവമാണ്. പുലർച്ചെ അതൊരു പിങ്ക് കലർന്ന വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്നു. പകൽ വെളിച്ചത്തിൽ പാൽ വെളുപ്പായി മാറുന്നു. രാത്രിയിലെ വെണ്ണിലാവിലാകട്ടെ അത് സ്വർണ്ണ നിറത്തിൽ തിളങ്ങുന്നു. ചുമരുകളിലെ കൊത്തുപണികൾ നോക്കൂ. പിത്രധുര എന്ന കലാരൂപത്തിലൂടെ കല്ലുകളിൽ പൂക്കൾ വിരിയിച്ചിരിക്കുന്നു. ഖുറാൻ വചനങ്ങൾ കൊത്തിവെച്ച ചുമരുകൾക്ക് പോലും ഒരു പ്രത്യേക താളമുണ്ട്. ഇവിടെയുള്ള പൂന്തോട്ടങ്ങൾ സ്വർഗത്തിലെ ഉദ്യാനങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. ആ പ്രതിഫലന കുളത്തിൽ നോക്കിയാൽ ആകാശവും താജ്മഹലും തമ്മിൽ ചുംബിക്കുന്നത് പോലെ തോന്നും. യുഗങ്ങൾ എത്ര കടന്നുപോയി, യുദ്ധങ്ങൾ എത്ര നടന്നു, സാമ്രാജ്യങ്ങൾ എത്ര തകർന്നുപോയി. പക്ഷേ ഈ വെണ്ണക്കൽ കൊട്ടാരം ഇന്നും പ്രണയത്തിൻ്റെ സുഗന്ധം പരത്തിക്കൊണ്ട് നിലകൊള്ളുന്നു. താജ്മഹൽ വെറുമൊരു കാഴ്ചയല്ല, അതൊരനുഭവമാണ്.
പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാനിരിക്കുന്നവർക്കും വേണ്ടിയുള്ള 1000 പ്രണയലേഖനങ്ങളുടെ സമാഹാരം. ഈ വെണ്ണക്കൽ കവാടങ്ങൾ കടന്ന് നാം പുറത്തേക്ക് നടക്കുമ്പോഴും യമുനയുടെ കാറ്റിൽ ആ പഴയ പ്രണയത്തിൻ്റെ മന്ത്രണം മുഴങ്ങുന്നുണ്ടാകും. കാലം എത്ര മാഞ്ഞാലും പ്രണയം മരിക്കില്ലെന്ന് ഈ മന്ദിരം നമ്മോട് ഓരോ നിമിഷവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. താജ്മഹൽ അത് വെറും ഒരു സ്മാരകമല്ല, മരണത്തിന് തോൽപ്പിക്കാനാവാത്ത ഒരു വലിയ സ്നേഹത്തിൻ്റെ അനശ്വര സാക്ഷ്യമാണ്. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിഫ്റ്റ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ. प्यार हो गया।